സിയസ്റ്റിനി ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുകയാണ്. ഇപ്പോഴും തെഹ്റാനിൽ പലയിടങ്ങളിലും ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേൽ. തിരിച്ച് ഇറാനിൽ നിന്ന് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അത് വീണ്ടും പതിച്ചുവെന്നും പതിച്ചില്ലെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശവാദങ്ങളുണ്ട്. എന്തായാലും ഈ ഏറ്റുമുട്ടൽ ഇത് ലോകത്തിന് നല്ലതാവില്ല എന്ന് തന്നെയല്ലേ ആദ്യ മണിക്കൂറുകളുടെ സൂചന? സിഡിന്നി. തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ ഒരു ഏറ്റുമുട്ടൽ ലോകത്തിന് നല്ലതല്ല എന്ന് തന്നെയാണ് ഒരു മുൻ സൈനികൻ എന്നുള്ള നിലയിലും ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു യുദ്ധവും ഒരു പരിഹാരമല്ല. ആ യുദ്ധം കൊണ്ട് നാശനഷ്ടം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അവിടുത്തെ സാധാരണക്കാര ജനങ്ങൾക്ക്, അത് ഏത് രാജ്യമായിക്കോട്ടെ, ഏത് രീതിയിലുള്ളതായിക്കോട്ടെ, അവർക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ നഷ്ടം. പക്ഷേ ഇന്നത്തെ ഒരു ലോകത്ത് വെച്ച് നോക്കുമ്പോൾ അത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പം ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു വലിയ രീതിയിലുള്ള യുദ്ധം പോയി കഴിഞ്ഞാൽ നമ്മളെ ഭാരതത്തിലുള്ള ആളുകൾക്കും അത് ബാധിക്കും. കാരണം അവിടുന്ന് വരുന്നുള്ള ഓയിലും അവിടെയുള്ള നമ്മളിപ്പം ഇപ്പൊ സീനിയർ പോലുള്ള ആളുകളും ഒക്കെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളും എല്ലാവരെയും ബാധിക്കുന്ന കാര്യം തന്നെ. അതുകൊണ്ട് യുദ്ധത്തില് ഒരു ഗ്ലാമറും ഇല്ല, യുദ്ധത്തിൽ നഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ പക്ഷെ എന്നിരുന്നാലും യുദ്ധം ഒരു വാസ്തവം കൂടിയാണ്. കാരണം ആളുകളും നമ്മളൊക്കെ വിചാരിക്കുന്ന കണക്കല്ല കാര്യങ്ങൾ പോകുന്നത്. കോൺഫ്ലിക്റ്റ് ഒരു റിയാലിറ്റിയാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇസ്രായേൽ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിനെ സ്ട്രൈക്ക് ചെയ്തു, ഇറാൻ തിരിച്ച് സ്ട്രൈക്ക് ചെയ്തു, വീണ്ടും ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഈ ഒരു സ്ട്രൈക്ക് ആൻഡ് കൗണ്ടർ സ്ട്രൈക്ക് എന്നുള്ള ഒരു സൈക്കിൾ ഓഫ് വയലൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പല റിപ്പോർട്ടുകളും അവിടുന്ന് വരുന്നുണ്ട്. ഇപ്പൊ ഒരു ഇൻഫർമേഷന്റെ ഒരു കാലഘട്ടമായതുകൊണ്ട് ആരുടെ ഭാഗത്തുനിന്നാണ് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ വരുന്നത് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും രണ്ട് ഭാഗത്തും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ ഭാഗത്ത് ഇറാന്റെ ധാരാളം സിവിലിയൻസ് മരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് അവിടുന്ന് വരുന്നുണ്ട്. ഏകദേശം 70ഓളം സിവിലിയൻസിന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് IAEAയും ഇറാനും അത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ 20ഓളം IRGC കമാൻഡേഴ്സ്, അവിടുത്തെ ടോപ്പ് കമാൻഡേഴ്സിനെ എലിമിനേറ്റ് ചെയ്തിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അവരുടെ ഓയിൽ ഇൻസ്റ്റലേഷൻസിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിവിലിയൻ ഏരിയസിലും ബോംബ്സ് വീണിട്ടുണ്ട് എന്നുള്ളൊരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഹൈഫ പോലത്തെ പ്രദേശത്ത് ആൻഡ് ഇസ്രായേലിലെ തന്നെ IDFന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ബോംബ് വീണിട്ടുണ്ട്. അവിടെയും ഏകദേശം 13ഓളം സിവിലിയൻസ് കാഷ്വാലിറ്റി വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇത് മുന്നോട്ട് എങ്ങനെ പോകും എന്ന് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ഒബ്ജക്റ്റീവ് അവർ പറയുന്നത് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് തീർക്കുന്നവരെ ഞങ്ങൾ ഈ സ്ട്രൈക്ക് ചെയ്യും എന്നുള്ളത്. അപ്പൊ അതൊരു വേഗമായിട്ടുള്ള, അതൊരു വ്യക്തത ഇല്ലാത്തൊരു ഒബ്ജക്റ്റീവാണ്. അപ്പം എങ്ങനെയാണ് അവർക്കത് ചെയ്യാൻ സാധിക്കുക? കാരണം നേരത്തെ ശ്രീ ഹാഷ്മി ഇൻട്രോയിൽ പറഞ്ഞ പോലെ പല ന്യൂക്ലിയറിന്റെ ആ ഇൻസ്റ്റലേഷൻസും 50-60 മീറ്റേഴ്സ് ഭൂമിക്ക് താഴെയാണ്. അപ്പൊ മുകളിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ അവർക്ക് തകർക്കാം, ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ അവർക്ക് ഇല്ലാതാക്കാം. പക്ഷെ അവരുടെ കയ്യിലുള്ള ന്യൂക്ലിയർ ഈ ഉണ്ടാക്കാനുള്ള ബോംബ്സ് ഉണ്ടാക്കാനുള്ള പ്ലാൻ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷെ ഇറാനിന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ഒരു 10 വർഷം പുറകിലോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇപ്പം തന്നെ ഇസ്രായേൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ തകരുമ്പം അതിന് ഇനി ഡെവലപ്പ് ചെയ്തൊക്കെ വരാനുള്ള ഒരു സമയം എടുക്കും. അപ്പോൾ ഒരു മിനിമം ഒരു 5-10 വർഷം ബാക്കിലോട്ട് കൊണ്ടുപോകാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നിർത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഗാസയിൽ തന്നെ ഇത് ഇപ്പോഴും ആ ഒരു യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു കാലഘട്ടത്ത് വീണ്ടും അൺസർട്ടനിറ്റി കൂട്ടുന്ന രീതിയിലേക്ക് അടുത്ത ഒരു യുദ്ധം കൂടെ തുടങ്ങിയാണ്. അതിനകത്ത് ഇനി നമുക്ക് നോക്കേണ്ടുള്ളത് അമേരിക്കയും മറ്റ് രാജ്യങ്ങളും ഇതിന്റെ ഭാഗമാകുമോ എന്നുള്ളതാണ്. ഇതുവരെ അവര് വളരെ ന്യൂട്രലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തൊന്നും ഭാഗമാകത്തില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നെങ്കിലും യുദ്ധത്തിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ അവർ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ശ്രീ ഹാഷ്മിയുടെ ഫസ്റ്റ് ചോദ്യത്തിന് അതിന് വലിയ പ്രസക്തിയാണ്. കാരണം അതിലും കൂടുതൽ നഷ്ടം അത് ഭീകരമായിരിക്കും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കരുതാവുന്നതിലപ്പുറമാണ്. കാര്യം ഇരു രാഷ്ട്രങ്ങളുടെയും പക്കൽ ആണവായുധങ്ങളുണ്ട് എന്ന് കരുതുന്നുണ്ട്. രണ്ട് രാഷ്ട്രങ്ങളും സമ്മതിക്കുന്നില്ല, ഞങ്ങളുടെ പക്കൽ ആണവായുധങ്ങളുണ്ടെന്ന് സമ്മതിക്കുന്നില്ലെങ്കിൽ കൂടിയും രണ്ട് രാഷ്ട്രങ്ങളും വികസിപ്പിച്ച ഏറ്റവും ഒടുവിൽ ഇത്രയൊക്കെ ആയിട്ടും കേവലം 13 ദിവസങ്ങൾ കൊണ്ട് ഇറാൻ ആണവായുധം വികസിപ്പിക്കാനുള്ള ശക്തിയുണ്ട് എന്നൊരു അമേരിക്കൻ മുൻ സൈനിക വക്താവ് തന്നെ പറയുന്ന ചില പ്രതികരണം കൂടി പുറത്തു വരുന്നുണ്ട്.